നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഒരുപാട് അനുഗ്രഹം നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം ഒരു 10 വർഷം മുൻപ് പോലും കിട്ടാതിരുന്ന അത്ര പരിഗണന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമുക്കതുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 4.5 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ എൻ്റെ അമ്മ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു വിധവ ആയതിൻ്റെ പേരിൽ. അപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസിലും അമ്മയെ ഉൾപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നല്ല ഫങ്ഷൻസ്, ഒരു കല്യാണമായിക്കോട്ടെ, ഒരു പുടവ കൊടുക്കുന്ന ചടങ്ങായിക്കോട്ടെ, എന്തിനും അമ്മ പുറകിലായിരുന്നു. അപ്പം അത് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു വിധവയായപ്പോൾ അമ്മ എന്ത് തെറ്റ് ചെയ്തു? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ മരിച്ചുപോയി എന്നുള്ളത് അമ്മയുടെ തെറ്റല്ലല്ലോ. അങ്ങനെ എല്ലായിടത്തുനിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു അമ്മയുടെ മകളായിട്ടാണ് ഞാൻ വളർന്നു തുടങ്ങിയിരുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുകയാണ്, അമ്മയുടെ ചെറിയമ്മയുടെ മോളുടെ കല്യാണം. അപ്പം ആ കല്യാണത്തിൻ്റെ ദിവസം വരെയും ചടങ്ങുകൾ ആര് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിലേക്ക് ഇറങ്ങേണ്ട സമയത്ത് അമ്മയുടെ ചെറിയമ്മ വന്നിട്ട് പറയുണ്ടല്ലോ, നിലവിളക്കിൻ്റെ കൂടെ എടുക്കുന്ന പറ എടുത്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ലോലിത ഇതെടുത്തോണ്ട് മുന്നിൽ നടക്കുമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷൻ പോലും എതിർത്ത് സംസാരിക്കാനുണ്ടായില്ല ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ. അവര് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവരൊരു ടീച്ചറായിരുന്നു, അവർക്കറിയാമായിരുന്നു ഒരാളെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ ഇടയിലുള്ളൂ. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് മാറിയതാണ് മാറ്റം. ഇന്ന് നമുക്ക് കാണാം, അച്ഛനും അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ചിതയ്ക്ക് തീ കൊളുത്തുന്ന കാലഘട്ടം വരെ നമ്മൾ എത്തി. സോ അതൊരു വലിയ മാറ്റം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടായത്. ഇന്നിപ്പോൾ നമ്മളെല്ലായിടത്തും ഉണ്ട്, എവ്രിവെയർ, എവിടെയും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, ആരെയും പേടിക്കണ്ട. അത് തന്നെ വലിയൊരു മാറ്റമാണ്. പിന്നെ നമ്മളുടെ വളർച്ചയ്ക്ക് നമ്മൾ തന്നെ എഫേർട്ട് ഇടണം, അല്ലാതെ ഒരാളും വന്നിട്ട് നമ്മളെ എന്താ പറയുക പുഷ് ചെയ്തിട്ട് നീ ചെയ്യുന്നവരുണ്ട് കേട്ടോ. കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാനതിൽ ഭയങ്കര ലക്കിയാണ്. അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇവരെല്ലാവരും കാണുന്നുമുണ്ട്. സോ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ട സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ്സ് ഒക്കെ ഇല്ലേ, അടിപൊളിയായിട്ട് എല്ലാം ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഒരുപാട് പറയണില്ല, വന്നതൊക്കെ മറന്നുപോയി. അതെ, ആയിക്കോട്ടെ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കാണാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പ്രശ്നങ്ങളുള്ളതും. ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടുകാർ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോകുന്ന ഒരാളാണ്. ഞാൻ പോകാറുണ്ട്. ഞാൻ ചെന്നിട്ട് ഘോരഘോരമായി ഞാൻ പ്രസംഗിക്കാറുണ്ട് ജീവിതത്തെക്കുറിച്ചൊക്കെ. എങ്ങനെയാണെന്നറിയില്ല, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വരും. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആരോടെങ്കിലും നോക്കിയിട്ട് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് 32 വയസ്സായി. ഈ 32 വയസ്സിനിടയിൽ ഒരു സ്ത്രീ നേരിടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കിട്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു രാത്രി ആലോചിച്ചിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞ ഒരു വാക്കിൻ്റെ ശക്തിയിലാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു കയറിയത്. എന്നോട് അരുൺ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു, ആരും എന്തും പറയട്ടെ നിന്നെക്കുറിച്ച്, എന്തും വിചാരിക്കട്ടെ, എനിക്കറിയാം നിന്നെ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ഒരു വാക്കിന്ന് കെട്ടി ഉയർത്തി കൊണ്ടുവന്ന ജീവിതമാണ് എൻ്റെ. അവിടെ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചു. ഒരുപാട് ആളുകളെ, വ്യത്യസ്തരായിട്ടുള്ള മുഖങ്ങൾ, വ്യത്യസ്തരമായ
എൻ്റെ കൂടെ ചുറ്റിനും ആരുണ്ട് ജെന്യുവനായിട്ട് എന്നുള്ളതെല്ലാം കണ്ടും അറിഞ്ഞും എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ ചുറ്റിനും നോക്കുന്ന ഒരു പ്രശ്നവും എനിക്ക് പ്രശ്നമല്ലാതായി മാറിയിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ കൂടെ അവളുടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുടുംബം, ഹസ്ബൻഡ്, കുട്ടികൾ എല്ലാമാണ്. അതിനെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾക്ക് നേടാൻ പറ്റുന്ന വിജയത്തിൻ്റെ മധുരം അതിന് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. അത്രയും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയണേ. ഇന്നിപ്പോൾ ഞാൻ വീണ്ടും ഒന്നേൽ തുടങ്ങി എൻ്റെ കരിയറിനെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്ക് അവരെയും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ശക്തരായി സപ്പോർട്ട് ചെയ്യുന്ന 3 കൂട്ടുകാരികളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതും സ്ത്രീകൾ തന്നെയാണ്. 2 പേരും ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഒന്ന് മായേച്ചി, ഒന്ന് രേഷ്മ, പിന്നെ ഒന്ന് ആർദ്ര. ഈ 3 പേരും എനിക്ക് തരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ വേറൊരാളും തന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും അങ്ങനെ പറയാറില്ല. ഇവരൊരു നീ സൂപ്പറാടി, നീ പൊളിക്ക്, നിന്റെ ഫോട്ടോ കാണണം, ചിലപ്പോൾ തല്ലിപ്പൊളി ഫോട്ടോ ആയിരിക്കും, എന്നാലും അവർ പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അവിടെ നിന്ന് നാളെ എനിക്ക് അടുത്ത പോസ്റ്ററാണുള്ള പ്രചോദനമാണ്. ഇന്നലെ വരെ ചത്തു കിടന്ന എൻ്റെ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിയാൽ കാണാം, ഭയങ്കര ആക്റ്റീവാ. ഇവർ വന്ന് എന്നെ പുഷ് ചെയ്തോണ്ടിരിക്കുക, ഫോട്ടോ എടുക്ക്, മറ്റേ ചെയ്യ്, നിന്റെ മോനോ ഞങ്ങളുടെ വീട്ടിലെ വിട്, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന 3 പെൺ സുഹൃത്തുക്കൾ. സോ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഒരു പെണ്ണായി ജനിച്ചതിലും. എന്തൊക്കെ നേടാൻ പറ്റി അതെല്ലാം എനിക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ പറയണം. ഇനിയുണ്ട് ഒരുപാട് നേടാനായിട്ട്. അപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാൻ നമ്മൾ സ്ത്രീകൾക്ക് ഒരാളുണ്ടാവണം ജീവിതത്തിൽ. ഒരു നല്ല സുഹൃത്താവോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും ഒരാൾ. അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും അവനവനെ ഹാപ്പി ആക്കാനുള്ള ടൈം കണ്ടെത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാം. നല്ലൊരു മ്യൂസിക് ഇട്ടോളൂ കേട്ടോ. മീൻ ടൈം യു ക്യാൻ ക്ലാപ്പ് ഫോർ us.